ആകാശത്തിന് കീഴിലുള്ള സകലതിനെയും വിമർശിക്കാൻ അവകാശമുള്ളവരാണ് ഓരോ മാധ്യമ പ്രവർത്തകരും. വാർത്തകൾ ഒരു നിമിഷം കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ദിവസവും കഷ്ടപ്പെടുന്നവരാണ് മാധ്യമ പ്രവർത്തകർ. മാധ്യമ പഠനം കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അവർ ചെന്ന് ചാടുന്നത് വലിയ ചതിക്കുഴികളിലാണ്. ഓരോ മാധ്യമ വിദ്യാർത്ഥികൾ മാധ്യമ പഠനം നടത്തുമ്പോൾ അതിനായി 60,000 തൊട്ട് 70,000 വരെ ഫീസ് നൽകിയാണ് അവർ പഠനം പൂർത്തിയാക്കുന്നത്. എന്നിട്ട് ഓൺലൈൻ ചാനലിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഫീസ് കൊടുത്തു പഠിച്ചതിന്റെ പകുതി പൈസ പോലും ഓൺലൈൻ ചാനലിൽ ജോലി ചെയ്തിട്ട് അവർക്ക് നേടാൻ സാധിക്കുന്നില്ല. ഒരുപാട് ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൽ ഇതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കാറില്ല. ഒരുപാട് തട്ടിപ്പുകൾ ഇതിനു പുറകെ നടക്കുന്നുണ്ട്. വാർത്ത കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാടുപെടുന്നവരാണ് ഓരോ മാധ്യമ പ്രവർത്തകരും. പക്ഷേ ആരും അറിയുന്നില്ല അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഓരോ മാധ്യമ പ്രവർത്തകരും വളർന്നു വരേണ്ട കാലഘട്ടമാണ് ഇത്. പക്ഷേ ഓരോ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൽ പട്ടിപ്പണി എടുത്താലും ശമ്പളം നൽകാത്ത മുതലാളിമാർ ഒരുപാടുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും മാധ്യമ പ്രവർത്തനമേ വേണ്ട എന്ന് വെച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ജോലി ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങി തന്നെ ശീലിക്കുക. നമ്മൾ അധ്വാനിച്ച് പഠിച്ചതിന്റെ ഫലം ഓരോ ജോലിയിൽ നിന്ന് കിട്ടിയാലേ അതിനോട് ഒരു താല്പര്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഓൺലൈൻ സ്ഥാപനങ്ങൾ നടത്തുന്ന മുതലാളിമാർ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണോ? സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Where entertainment meets information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.